ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് ദ ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലഗേജിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. കഥ തുടങ്ങുന്ന തന്നെ ആ ലഗേജും കാണിച്ചോണ്ട. അങ്ങനെ ആരോ ഒരു വ്യക്തി ഇന്നലെ രാത്രി തോക്കും കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഈ ലഗേജ് വെള്ളത്തിൽ എറിഞ്ഞിട്ട് പോയേക്കുക. അങ്ങനെ അത് എന്തോ സംഭവം നമുക്കിപ്പോ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ചു മാസം മുമ്പ് എന്തോ സംഭവിച്ചതെന്ന് നമുക്കിപ്പോ കാണിക്കുന്നത്. കഥയുടെ തുടക്കം തന്നെ ഇഞ്ചി എന്ന് പറഞ്ഞൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഇവളാണ് കോൺട്രാക്ട് മാരേജ് ചെയ്തു കൊടുക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കല്യാണം നടത്തി കൊടുക്കുന്ന മാട്രിമോണിയെ കണ്ടു കാണും. പക്ഷെ ഇവരുടെ കമ്പനിയാണ് ഭാര്യയെ പോലെ ആർക്കെങ്കിലും ആക്ട് ചെയ്യണമെങ്കിൽ അത് 1-2 ദിവസമോ അല്ലെങ്കിൽ വർഷക്കണക്കിലോ ഇവരൊരു കോൺട്രാക്ട് സൈൻ ഇട്ട് അവർ തമ്മിൽ ഡീൽ ചെയ്യും. അങ്ങനെ ഇതിനു മുമ്പ് കോൺട്രാക്ട് ചെയ്ത് കല്യാണം കഴിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവളിപ്പോ ഇവിടെ ഉള്ളത്. അങ്ങനെ അവനാണ് ഇപ്പൊ പാവം മരിക്കാൻ പോവുക. അങ്ങനെ മരിക്കുന്ന സമയത്തും ഇതുവരെ എന്നെ സന്തോഷിപ്പിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് മരിച്ചു പോകും. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ഇവ മരിച്ച കാര്യം അവന്റെ ഫാമിലിയോടൊക്കെ വിളിച്ചു പറയാൻ പറയും. ഇതോടെ ആ ഡോക്ടർ അങ്ങ് ഷോക്കായി നീ ഇയാളുടെ ഭാര്യയില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം 10 മിനിറ്റ് മുമ്പേ ഇവനായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞെന്ന് പറയും. ഒരു സഹതാപം കാരണം അവൻ മരിക്കുന്നവരെ കൂടെ നിന്ന് അവൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇതാണ് ഇവളുടെ ലൈഫ്. അങ്ങനെ ഇവൾ ഈ ഡീല് പൂർത്തീകരിച്ചിട്ട് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളിപ്പോ കുറെ കോൺട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞ് അവളുടെ ബോസ് കുറച്ച് ലീവ് എടുക്കാൻ പറയും. പക്ഷെ അവളാണ് അടുത്ത ഡീലുണ്ട് ഇപ്പൊ തന്നെ താന്ന് പറഞ്ഞ് അവൾ പൈസയ്ക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കും. അപ്പനാണ് അവളുടെ ബോസും ഇവള് പറഞ്ഞ കേക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കോൺട്രാക്ട് എടുത്ത് ഫ്രണ്ട് വയ്ക്കും. അങ്ങനെ ഈ വ്യക്തിയാണ് ഇവൾ ഇതിനുമ്പോ കോൺട്രാക്ട് ചെയ്ത പോലെ അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ കുറച്ച് സീനാന്ന് പറഞ്ഞ് അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അങ്ങനെ അത് വേറെ ആരുമില്ല, നമ്മുടെ ഹീറോ ഹൺ ജീവോൻ ആണ്. ഒരു വർഷത്തേക്ക് അവന്റെ ഭാര്യയായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയാ അവൻ ഈ കോൺട്രാക്ട് ഇട്ടേക്കുന്നത്. ഇതിന് അവള് സമ്മതം പറയുമ്പോഴാണ് അതേസമയം ഇപ്പൊ നമ്മുടെ ജീവോനെ കാണിക്കുക. അവനാണ് ഈ നാട്ടിലെ വലിയ കോടീശ്വരന. അവ സിനിമയിലേക്ക് മ്യൂസിക് ചെയ്യുന്ന അവന്റെ പരിപാടി. അങ്ങനെ അവനിപ്പോ റെസ്റ്റ് റൂമിൽ ഇരുന്ന് ഉറക്ക ഗുളിയൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതറിയത് അവിടെ ജോലി ചെയ്യുന്ന രണ്ടവന്മാരാണ്. ആ ജീവോന് ഡിവോഴ്സ് ആയതിനു ശേഷം അവൻ എപ്പോഴും ഡ്രഗ്സ് കൈയെടുത്തോണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ മൊത്തത്തിൽ പാട്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവനാണെ പാവം ഡിവോഴ്സ് ആയ വിഷമത്തിൽ ഉറക്കില്ലാതെ അവൻ ഉറക്ക ഗുളിയൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇവൻ അവന്റെ ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയി. പക്ഷെ അവളിപ്പോ കൂടില്ലാത്ത വിഷമത്തിൽ അവൻ പുറത്തേക്ക് കടന്നുറങ്ങിയിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് എഴുന്നേക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരാണ് ഫോൺ വിളിച്ച് വഴക്കുറയും. ഇത്രയും വലിയ വീട് പണിഞ്ഞിട്ട് എന്തിനാടാ പുറത്തെ ക്ലബിലേക്ക് ചെന്ന് കിടന്നുറങ്ങുന്നതെന്ന്. അപ്പോഴാണ് അവനും അവന്റെ ഭാര്യ സിയോൺ ഇല്ലാത്തോണ്ട് അവൻ ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും അവളെ കുറിച്ച് തന്നെ വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഭാര്യയ്ക്ക് ഫോൺ വിളിച്ചു നോക്കിയാലും അവളാണ് ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് അവന് കൂട്ടുകാരനോട് സംസാരിച്ച ശേഷം അവിടുത്തെ ലൈറ്റ് കണ്ട് അവൻ മൊത്തത്തിൽ പേടിച്ചായിരിക്കും. കാരണം ഈ ലൈറ്റ് അവന് പണ്ടേ ഇഷ്ടമല്ല. ഇവൻ ഉറക്ക ഗുളിയെ കഴിച്ചതിന് ശേഷം ആ ലൈറ്റ് ഇവനെ കൊല്ലാൻ വരുന്ന പോലെ അവന് ഫീലാണ്. അങ്ങനെ ഇവൻ അതൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവന്റെ ഭാര്യ അവനെ ഫോൺ വിളിക്കും. അതോടെ അവൻ അപ്പൊ തന്നെ ഈ ലൈറ്റ് ഒന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോഴാണ് അവളാണ് ഇവന്റെ അച്ഛനെ അത് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചെന്നുകൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. ഇതോടെ അവനാണ് ദേഷ്യത്തിൽ അങ്ങേര് വാങ്ങിച്ചെന്നോണ്ട ഇത് ഒത്തിരി ഞാൻ വെറുക്കുന്നതെന്ന് അവൻ അവളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളും ഇതിനായിരുന്നു വിളിച്ചെങ്കിൽ ഞാൻ ബിസിയാന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവന് കാർ എടുത്തോണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ പോയ സമയത്തായിരിക്കും ഇഞ്ചിയാണ് കോൺട്രാക്ട് അനുസരിച്ച് ഇവന്റെ വീട്ടിലേക്ക് സൂട്ട് കേസ് ആയിട്ട് വരും. ഇവളുടെ ആയിരിക്കുന്ന സൂട്ട് കേസാണ് നമ്മൾ ആദ്യം ആ വെള്ളത്തിൽ കിടക്കുന്ന കണ്ടത്. ഇനി ഇവൾക്കൊല്ല സംഭവിച്ചില്ലെന്ന് നമുക്കിനി കാണുന്തോറും അറിയാം. അങ്ങനെ അവളാണ് സ്വന്തം വീട്ടിൽ കയറുന്ന പോലെ അവന്റെ വീടിന്റെ പാസ്വേഡ് ഒക്കെ ഇട്ട് ഇവളങ്ങ് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം അവളും കുളിച്ചിട്ടൊക്കെ അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവനാണ് ഇവളെ കോൺട്രാക്ട് മാരേജ് ചെയ്യുന്നുണ്ട് അവൾക്ക് വേണ്ടി റിംഗ് ഒക്കെ വാങ്ങിച്ചേക്കും. അതുകൊണ്ട് അവൾ ഇത് കണ്ട് അതെടുത്തും കിട്ടും. അതേസമയം ഇവിടെ ജീവൻ അവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസാണ് ഇവനെ കണ്ടിട്ട് അങ്ങ് പൊക്കും. കാരണം നാട്ടുകാരൊക്കെ ഇവൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന പറയുന്നുണ്ട് അദ്ദേഹം ഇവന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അവനാണ് ഇത് എടുത്തു കൊടുത്തിട്ട് അദ്ദേഹത്തോട് ദേഷ്യപ്പെടും. കൊച്ചിയിൽ ഇതിനുമ്പ് എന്തോ തെറ്റേറുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പോഴും സംശയിക്കുന്ന അത്രയ്ക്ക് നല്ലതല്ലെന്ന്. അപ്പോഴാണ് ഇത് കേട്ട പോലീസും 17 വയസ്സ് പയ്യനെ ഒരിക്കലും കൊച്ചുവനായിട്ട് കണ്ടില്ലെന്ന് ഇവർ തമ്മിൽ പണ്ട് എന്തോ നടന്ന സംഭവത്തിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ജീവൻ അപ്പം തന്നെ അവന്റെ കൂട്ടുകാരന്റെ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് അവിടെ ജോലി എന്ന് ഒരുത്തനെ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. കാരണം ഇവനാണ് അവൻ ഉറക്ക ഗുളിക കഴിക്കുന്നതിനെ കണ്ട് ഡ്രഗ്സ് ആന്ന് പാട്ടാക്കി വെച്ചേക്കുന്നത്. അതിനുശേഷം കൂട്ടുകാരനായിരിക്കും അവനൊന്ന് സമാധാനപ്പെടുത്തുന്നത്. എന്നിട്ട് അവനും ചോദിക്കും ഈ നാട്ടിലെ കോടീശ്വരനായിരുന്നിട്ട് എന്തിനാ ഇവൻ തരുന്ന കുറച്ച് പൈസയ്ക്ക് വേണ്ടി ഇവന് വേണ്ടി ജോലി ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് ജീവനും കൂട്ടുകാരന് വേണ്ടി വർക്ക് ചെയ്യുന്ന അവൻ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയും. അതോടെ മറ്റവനെ ഇവനെ ആശ്വാസപ്പെടുത്താൻ തുടങ്ങും. എടാ ജീവൻ, നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഡിവോഴ്സ് ആയ? അവളെ ഞാൻ കുറെ ചീത്തയെ കുറിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പിൻവലിക്കുന്നില്ല. നീ എങ്ങനെയൊക്കെ അവളെ മറന്നിട്ട് ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കടാ, ചുമ്മാ ഇങ്ങനെ അവളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കാതെ എന്നിന് ഇവനും പറഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് അവളെ മറക്കാൻ സാധിക്കത്തില്ലെന്ന് ജീവനും പറയും. ഇപ്പോഴാണ് ഇവനെ ഡിവോഴ്സ് ഭാര്യയെ കാണിക്കുന്നത്. ഇവളുടെ പേര് സിയോൺ. അങ്ങനെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ലേഡിയാണ് ഇവളുടെ പുതിയ ഭർത്താവ് ഇവളെക്കാളും പ്രായം കുറഞ്ഞാണല്ലോ എന്നറിഞ്ഞ് അവൾ സംസാരിക്കാൻ തുടങ്ങും. കാരണം ജീവൻ അറിയാതെ തന്നെ ഇവൾ അതിനുമ്പ് വേറൊരു കല്യാണം കഴിച്ച്. അതുകൊണ്ട് ഇവൾക്ക് എങ്ങനെ ഈ സത്യം അറിയാന്ന് പറഞ്ഞ് ഇവിടെ സിയോൺ കുറച്ച് ഷോക്കായിരിക്കുമ്പം അവളാണ് ഈ കാര്യത്തിനെ കുറിച്ച് ജീവനോട് ഒരിക്കലും പറയത്തില്ലെന്ന് അവളെ ആശ്വാസപ്പെടുത്തും. അപ്പോഴായിരിക്കും അതേസമയം ജീവൻ അവളെ ഫോൺ വിളിക്കുന്നത്. ഇത് കണ്ട് അവളും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രാത്രി 7 മണിക്ക് ഡിന്നർ വെച്ച് കാണാന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇത് കണ്ട് മറ്റേവളും നിങ്ങൾ ഡിവോഴ്സ് സത്യത്തെ ആയോ അല്ല
അല്ലെ ഡിവോഴ്സ് ആകാതെയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് അവൾ ഓരോന്നിടയ്ക്ക് ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയോണാണ് ദേഷ്യം വന്നിട്ട് നിനക്ക് ജോലിയില്ല ജീവിക്കാൻ പറ്റുമെന്ന് അവൾ മൊത്തത്തിൽ ഓഫാക്കും. അതിനുശേഷം ഇന്ന് ജീവോനെ കാണാൻ പോകുന്ന തന്നെ അവനെ വേറൊരു പെണ്ണായിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാന്ന് പറയും. ഇതോടെ അവള് മൊത്തം ഷോക്കായിട്ട് അവളുടെ ഭർത്താവിനെ കണ്ട് ഈ കാര്യമൊക്കെ പറയും. ഒരു പക്ഷെ അവൾ കല്യാണം കഴിച്ച കാര്യം അവ അറിഞ്ഞുകൊണ്ടായിരിക്കും അവനിപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴാണ് ഇവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടേക്ക് വരുന്ന ജീവൻ കേൾക്കുന്നത്. കാരണം ഈ ലേഡി അവന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. അങ്ങനെ ഇവള് പറഞ്ഞ സത്യമൊക്കെ കേട്ടിട്ട് അവനും കുറച്ച് സങ്കടത്തി അവൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അന്ന് രാത്രി ഇവരും ഡിന്നറിന് പോകുമ്പോഴാണ് ജീവനാണ് അവളെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായെന്ന് പറയും. അപ്പോഴാണ് അവളും കഴിഞ്ഞ ആഴ്ചയല്ലേ കണ്ടോളൂ എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പം അവൻ അത് തന്നെ കുറെ അധികമായിട്ട് തോന്നിയെന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഡിവോഴ്സായ സ്ഥിതിക്ക് നമ്മൾ അത്രയും കാണാതിരിക്കുന്നതല്ലെന്ന് അവൾ പറയും. അതിന്റെ കൂടെ തന്നെ അവൾ വേറൊരു പയ്യനെ കല്യാണം കഴിച്ച കാര്യം പറയും. ഇത് കേട്ട് അവനും കുറച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവനെ കാണിക്കാൻ വേണ്ടി അവളുടെ എൻഗേജ്മെന്റ് റിംഗ് എടുത്ത് ഇങ്ങനെ ഫ്രണ്ട് വെച്ചേക്കും. അതിനുശേഷം അവൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവളെ പോലെ തന്നെ അവനും കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ അവനാണ് പെട്ടെന്ന് അവൾക്കൊരു കമ്മൽ ഗിഫ്റ്റ് ചെയ്തിട്ട് ഇത് ഇവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതെന്ന് പറയും. അപ്പോഴാണ് അവളത് കണ്ടിട്ട് ഇത് പിന്നെ ഇട്ടോളം എന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റി വയ്ക്കും. അപ്പോഴാണ് അവൻ അവളോട് സിയോൺ നീ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എനിക്ക് വേറെ കല്യാണം ഒന്നും കഴിക്കണ്ട, എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മതി, നീ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ രണ്ടൊരു കൊച്ചിലിട്ട് ഒരുമിച്ചല്ല വളർന്ന്, നിനക്ക് വേണ്ടി ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകുന്നതും ക്യാൻസലാക്കി, നീ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സിയോൺ. ഏതിന് അവന് സംസാരിക്കുമ്പോഴാണ് അവളും പറയുന്നത് ജീവോൺ ഞാനില്ലാതെ നീ ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലേ, ഇപ്പോഴെങ്കിലും ഞാൻ ജീവിച്ചു പഠിക്കും. ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും എന്നാലും ഒരു വർഷത്തേക്ക് എന്തിനാ എന്നെ കോൺട്രാക്ട് മാരേജ് ചെയ്യാൻ പറഞ്ഞ്, എനിക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷെ ഞാൻ കോൺട്രാക്ട് മാരേജ് ചെയ്തില്ലെങ്കിൽ നീ നമ്മൾ തമ്മിൽ എല്ലാം തീർന്നെന്ന് പറഞ്ഞാൽ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, അതുകൊണ്ട് മാത്രം ഞാൻ എന്നെ സമ്മതിച്ച. പക്ഷെ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ഇത്ര ശിക്ഷിക്കാവോ? ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് അവൾ ഇത് ദേശത്തി ഞാൻ നിന്നെ ശിക്ഷിക്കുന്നോന്ന് പറഞ്ഞ് അവൾ പഴയതൊക്കെ ഓർത്ത് വെക്കും. ഇവൾക്ക് എന്തോ വലിയ ആക്സിഡന്റ് ആയതുപോലെ അവൾ ഐസോലേക്ക് വിളിച്ചോണ്ട് വന്ന സീന. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഇവന്റെ ഫ്രണ്ട് ഇപ്പൊ ജീവനോടുള്ളത് തന്നെ അവൾക്ക് അതൊരു വലിയ പനിഷ്മെന്റ് ആയിട്ട് തോന്നിയെന്ന് പറയും. അതിനുശേഷം അവളും ഇവൻ ഈ കോൺട്രാക്ട് മാരേജ് ചെയ്തില്ലെങ്കിൽ അവൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനി ഇവനെ കാണത്തില്ലെന്ന് പറയും. അതിനുശേഷം അവളും പിന്നെ ഒരു ദിവസം വീട്ടിൽ വെച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ജീവനാണ് ഇവളുടെ ഭർത്താവ് ആരാന്നറിയാൻ വേണ്ടി അവനിങ്ങനെ പുറകെ ഫോളോ ചെയ്യും. അപ്പോഴാണ് അവളും അവനായിട്ട് വീട്ടിലേക്ക് പോകുന്നേക്ക് ഇവനും കണ്ട് ജലസായി അവന്റെ കാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരും. അപ്പോഴായിരിക്കും അവൻ അകത്ത് കാണുന്ന ഇവൻ തന്ന കമ്മല് ആ കാറിൽ തന്നെ അവൾ വെച്ചിട്ട് പോയി കാണും. അങ്ങനെ ഈ കാര്യം വിളിച്ചു പറയാൻ വേണ്ടി അവൻ അവളെ ഫോൺ വിളിക്കുമ്പോഴാണ് അവളാണെ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ഇവന് കുറെ തവണ അവൾക്ക് ഫോൺ വിളിച്ചു വെക്കും. പക്ഷെ അവളാണെ ഫോൺ എടുക്കാതെ അവന്റെ കൂടെ ഭയങ്കര റൊമാൻസ് ആയിരിക്കും. അതായത് പച്ചയ്ക്ക് പറയാണ് ഇവൾ അവനെ ചതിക്കുക. ഇവളുടെ റൊമാൻസ് കണ്ട ഇനി ജീവന്റെ കൂടെ ഒന്നും തരത്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ അവൾക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവന് കൺട്രോൾ വിട്ടുപോയി ആ കാറിന്റെ വിൻഡോ പൊട്ടിച്ച് അവൻ ആ കമ്മലെടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന പോലീസാണ് അതിന് മുമ്പേ തന്നെ ഇവനെ പൊക്കിയെടുത്തോണ്ട് സ്റ്റേഷനിലേക്ക് പോകും. ആഹാ രാത്രി ആരില്ലാത്ത സമയം നോക്കി നീ കാറ് മോഷ്ടിക്കാൻ നോക്കുന്നു, ഭാഗ്യത്തിന് ഞങ്ങൾ ആ സമയത്ത് അവിടേക്ക് വന്ന് അതുകൊണ്ട് കയ്യോടെ പൊക്കി, നീ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തുവായിരുന്നു നിന്റെ ഉദ്ദേശം എന്നിനെ പോലീസ് അവനെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ പുറത്തെടുക്കാൻ വേണ്ടി ഇഞ്ചി അവിടേക്ക് വരുന്നത് ഇവന്റെ കോൺട്രാക്ട് വൈഫ്. അങ്ങനെ അവളും ജീവന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഇവനാണ് ആദ്യം കേട്ട് മതി ഷോക്കായി പോകും. അപ്പോഴാണ് അവിടെയുള്ള പോലീസും ആ കാറിന്റെ ഓണറിനെ വിളിച്ചു ചോദിച്ചപ്പം കാറിന്റെ താക്കോല് കാണാത്തോണ്ട ഇവൻ ആ കാറ് പൊട്ടിച്ചെന്ന് പോലീസിനോട് പറഞ്ഞാണ്. അതുകൊണ്ട് പോലീസ് ഇവനെ വെറുതെ വിടുമ്പം അവളാണ് എങ്കിൽ പിന്നെ നമുക്ക് പോകാൻ ഹണി എന്ന് പറഞ്ഞ് അവനെ നോക്കി സംസാരിക്കും. അതിനുശേഷം അവനും പുറത്തേക്ക് വന്നിട്ട് ഇവനെ ഇവിടുന്ന് ടാക്സി പിടിച്ച് പോകാന്ന് പറയും. കാരണം അവന്റെ കാർ ഇപ്പോഴും അവളുടെ വീട്ടിലുള്ള. അങ്ങനെ ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവനാണ് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ ഒരു കാർ അവിടേക്ക് വന്നിക്കും. അങ്ങനെ അവനും ഇത് നമ്മുടെ കാറാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് നോക്കുമ്പോഴാണ് അവളായിരിക്കും അത് എടുത്തോണ്ടെന്ന്. അതിനുശേഷം അവനും ഇവളിങ്ങനെ പൈസയ്ക്ക് വേണ്ടി കോൺട്രാക്ട് മാരേജ് ഒക്കെ ചെയ്യുന്ന അവൾക്ക് സന്തോഷമായിട്ടുള്ള ജോലിയാണെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും അതൊക്കെ ഓരോ സമയം അനുസരിച്ചിരിക്കും പറഞ്ഞിട്ട് അവൾ വണ്ടി എടുത്തോണ്ട് വീട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ വീട്ടിലേക്ക് വന്ന അവളും ഇവനെ കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനാണ് ഇവളെ കണ്ടിട്ട് അവൻ എന്തോ ഭാര്യയായിട്ടാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ കോൺട്രാക്ട് അനുസരിച്ച് അതാ ശരിയെന്ന് അവളും പറയും. ഇത് കേട്ടതോടെ അവനും എനിക്കിതൊക്കെ കണ്ട് ചിരി വരുന്നുള്ളെന്ന് അവൻ മൊത്തത്തിൽ വെറുത്തുവരിക്കും. അതിനുശേഷം അവനും ഈ കോൺട്രാക്ട് വേറെ എന്തൊക്കെ റൂൾസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ആ ഡോക്യുമെന്റ്സ് എടുത്ത് ഇവനെ തന്നെ വായിക്കാൻ പറയും. പക്ഷെ അവനതിനും താല്പര്യമില്ലാതെ അവൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവനാണ് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അവൻ വീണ്ടും ഗുളിക എടുത്ത് കഴിച്ചിട്ട് അവൻ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോഴായിരിക്കും അവനൊരു സ്വപ്നം വരുന്ന ഇവന്റെ അമ്മയാണ് രാത്രി ആരും അറിയാതെ ഫുഡൊക്കെ ആർത്തിയോടെ കഴിച്ചിട്ട് അവന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി പോകും. ഇത് കണ്ട് കരഞ്ഞോണ്ട് അവന് പറയുന്ന അവന്റെ അമ്മയെ തടയും. പ്ലീസ് അമ്മേ നിങ്ങളിങ്ങനെ ചെയ്യല്ലേ എന്നിന് അവനും കരയുന്ന സ്വപ്നം കാണുമ്പോഴാണ് ഇവന്റെ ഉറക്കതോടങ്ങ് നഷ്ടപ്പെടും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും അവന് കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുമ്പോഴാണ് അവനാണ് ഇനിത്തോട്ട് അവന് ഫുഡൊന്നും ഉണ്ടാക്കിയേക്കെന്ന് പറയും. പക്ഷെ അവളത് കേൾക്കാതെ എന്തായാലും കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവളുടെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവൻ ആ ഫുഡ് കണ്ടിട്ട് അവൻ ഈ ഫുഡ് ചേരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവനും ജോലിക്ക് പോയ സമയത്ത് അവളാണ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവളുടെ റൂംമേറ്റ് ആണ് ഇവളില്ലാത്ത സമയത്ത് ഇവളുടെ
അവളുടെ മീനിനൊക്കെ നോക്കണമെങ്കിൽ അവരുടെ വാടകയും കൂടെ ഇവൾ അടയ്ക്കേണ്ടെന്ന് പറയും. അതുകൊണ്ട് അവളും പൈസയെ കൊടുത്തിട്ട് അവളുടെ മീൻ മാത്രം മരിക്കാതെ സുരക്ഷയായിട്ട് നോക്കാൻ പറയും. കൂടാതെ ഇവർ താമസിക്കുന്ന വീടിന്റെ ഓണർ തന്നെ ഇവളുടെ ഭർത്താവാണ്. അതുകൊണ്ട് ആ ലേഡിയും കുറെ മാസങ്ങളായിട്ട് ഇവളുടെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് തിരക്കുമ്പം അവളാണ് തിരിച്ചൊന്നും പറയത്തില്ല. അതുകൊണ്ട് ആ ലേഡിയും ഇനി നീ വല്ല അവനെ കൊന്നോന്ന് പറഞ്ഞ് അവർ ചുമ്മാ തമാശയ്ക്ക് സംസാരിക്കും. ഒരു ശവൻ ചത്തില്ലെങ്കിൽ പോലും വേറെ വല്ല നല്ല പയ്യന്മാരെ കല്യാണം കഴിച്ച് ഇവള് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അങ്ങനെ ഇവളും കല്യാണം കഴിച്ച പക്ഷെ അത് സന്തോഷമായിട്ടുള്ളൊരു ജീവിതമല്ലായിരുന്നു. അപ്പോഴാണ് അതേസമയം അവളുടെ കൂട്ടുകാരി ഫോൺ വിളിച്ച് ആ ഭ്രാന്തൻ ടേസും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെന്ന് പറഞ്ഞ് ഇവളോട് ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ശിവനായിരിക്കും അവളുടെ ഭർത്താവ്. അങ്ങനെ ഇത് കേട്ടതോടെ അവള് മൊത്തം ഷോക്കായിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ജിയോൺ അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവളുടെ ഓഫീസിലേക്ക് ചെല്ലും. അങ്ങനെ അവനാണ് CCTV ക്യാമറ കാണുമ്പോൾ മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കുക. അതെന്തോ സംഭവം നമുക്കറിയത്തില്ല. അതിനുശേഷം അവൻ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവള് പോലീസിനോട് പറഞ്ഞവനെ സഹായിച്ചതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവളും ഇവൻ വാങ്ങിച്ചെന്ന കമ്മൽ കാണിച്ചിട്ട് അവൾ അന്നേ അത് എടുത്തിട്ടെന്ന് പറഞ്ഞ് ഇവനോട് കള്ളം പറയും. അങ്ങനെ അത് അവന് വിശ്വസിച്ച് അപ്പൊ വെറും ബോക്സിന് വേണ്ടിയാണ് എത്ര സീൻ ഉണ്ടാക്കിയെന്ന് അവനും കുറച്ച് സന്തോഷപ്പെടും. അതിനുശേഷം അവൻ അവളുടെ കൂടെ അവിടെ ഇറങ്ങുമ്പോഴാണ് ഇവ വീണ്ടും ആ ക്യാമറ കണ്ട് കുറച്ച് പേടിച്ചിരിക്കും. അപ്പോഴാണ് അവൾ അവനെ സമാനപ്പെടുത്തുന്നത്. ജിയോൺ, നിന്റെ പ്രശ്നമെല്ലാം പെട്ടെന്ന് തന്നെ തീരും. ഞാൻ നിന്റെ അടുത്തുള്ളപ്പോ നീ പേടിക്കത്തില്ലെന്ന് നിനക്കറിയാലോ, പിന്നെ നിന്നെ ഇപ്പൊ ടെൻഷനാന്ന് എന്നിന് അവളും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യും. പക്ഷെ അവളുടെ സൈഡിൽ നിന്ന് ഒരു റിയാക്ഷനും കാണത്തില്ല. അതുകൊണ്ട് അവന് പിന്മാറിയിട്ട് ഇപ്പൊ അവൻ ഒറ്റപ്പെട്ടോണ്ട് അവന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് എല്ലാം മറന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഒന്നും കൂടി ജീവിക്കാന്ന് പറയുമ്പോൾ അവളാണ് അവളുടെ ആഗ്രഹം ഇവ മരിച്ചാൽ മതി എന്ന് പറയും. ഇത് കേട്ടതോടെ അവന് മൊത്തത്തിൽ അങ്ങ് തകർന്നു. എന്നിട്ട് അവന് വീട്ടിലേക്ക് ചെന്നിട്ട് അകത്തേറാതെ കാറിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഇഞ്ചിയാണ് അവനെ ഫോൺ വിളിച്ച് പുറത്തേക്ക് വരാൻ പറയും. അതിനുശേഷം അവനും ഇവള് ഫുഡ് ഉണ്ടാക്കി തരാൻ ചോദിച്ചിട്ട് അവനിപ്പോ അതൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൾ ഈ കോൺട്രാക്ട് തീരുന്നവരെ ഒരു ഭാര്യ എന്ന രീതിക്ക് സ്നേഹത്തിൽ കാണുന്ന ഇവള് പറയുമ്പം ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ ഭാര്യ സ്ഥിതിക്ക് ഹഗ് കിസ് അങ്ങനെ റൊമാൻസ് ഒക്കെ ചെയ്യാമെന്ന് അവൻ ചോദിക്കും. ഇത് കേട്ടതോടെ അവള് മൊത്തം സൈലന്റ് ആകുമ്പോഴാണ് അവനാണ് അടുത്തേക്ക് വന്നിട്ട് കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പം നിന്നെ തൊടാലോ എന്ന് പറഞ്ഞ് അവൻ അവളെ മനഃപൂർവ്വം വെറുപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണ് ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ നമുക്ക് രണ്ടുപേർക്ക് അത് സമ്മതമാണ്, നമുക്ക് റൊമാൻസ് ചെയ്യാന്ന് അവളും പറയും. അതോടെ അവനും ഇതുവരെ അവൻ കോൺട്രാക്ട് വായിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി അവനും ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളാണ് പാതിരാത്രിക്ക് TV ഓൺ ചെയ്ത് വെച്ച് കണ്ടോണ്ടിരിക്കും. ഈ ശബ്ദം കേട്ട് അവനാണ് ദേഷ്യത്തി ഇവൾക്ക് TV കാണണമെങ്കിൽ എത്ര TV വേണമെങ്കിലും വാങ്ങിച്ച് അവളുടെ റൂമിൽ വച്ചോളാൻ പറയും. അതിന്റെയൊക്കെ പൈസ അവൻ തരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളാണ് ഇവന് ഉറക്കം വരാത്ത അസുഖമൊക്കെ അവൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് എന്തായാലും ചുമ്മാ കിടക്കുവാണ് ഇവളുടെ കൂടെ നിന്ന് TV കാണാൻ പറയും. ഇത് കേട്ട് അവന് മൊത്തം ദേഷ്യപ്പെടുമ്പോഴാണ് അവളാണ് കുടിക്കാൻ ജ്യൂസ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകും. അങ്ങനെ അവൻ അവളുടെ പുറകെ പോകുമ്പോഴാണ് വീണ്ടും അവൻ ലൈറ്റ് കണ്ടിട്ട് അവന് മൊത്തത്തിൽ പേടിയാകും. ഇതോടെ അവൻ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഇവൾക്ക് വേണേ വേറെ എവിടെയും താമസിക്കാൻ പറയും. അങ്ങനെ അതിനുള്ള പൈസ അവൻ തന്നിട്ട് ഇവളുടെ കമ്പനിയോട് ഇവള് ചെയ്യുന്ന കാര്യമൊന്നും അവരോട് പറയത്തില്ലെന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അവളാണ് അതൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ എപ്പോഴത്തോലും ക്യാഷ്വലായിട്ട് ഇവളുടെ കൂടെ ജീവിക്കാൻ പറയും. അതോടെ അവനും ദേഷ്യത്തി ആ ബോട്ടിലെടുത്ത ലൈറ്റിനകത്ത് എറിയും. അങ്ങനെ അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചുറച്ചു പോകുമ്പോഴാണ് ഇവനാണ് അടുത്തേക്ക് ചെന്ന് ആ ബോട്ടിൽ എടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ആ ലൈറ്റിന്റെ ഗ്ലാസ് ഒക്കെ ഇവന്റെ നേർക്ക് ഇങ്ങനെ വീഴാൻ വരുമ്പം അവളുടെ കൈയും കൊണ്ട് തടഞ്ഞ് ഇവനെ സംരക്ഷിക്കും. അതോടെ അവളുടെ കൈ കീറി അതിന്ന് ഫുൾ ഇങ്ങനെ ചോര ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവന് ഷോക്കാകുമ്പോഴാണ് ഇപ്പൊ പ്രസന്റ് ഡേയില് പോലീസ് ഇവനെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. ഈ ലക്കേജിന്റെ ഓണറായിട്ട് ഇവൻ എന്തോ ബന്ധമുള്ളതെന്ന്. അപ്പോഴാണ് അവൻ അവളുടെ ഭർത്താവെന്ന് പറയും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.